ഓം ശാന്തി. ഭഗവാന്റെ മഹാവാക്യങ്ങൾ കേൾക്കാം. 7-12-2020. बाप कहते हैं, मीठे बच्चे, तुम बहुत समय के बाद फिर से बाप से मिले हो, इसलिए तुम बहुत बहुत सिकिलते हो. ബാബ പറയാണ്, മധുരസന്താനങ്ങളെ, നിങ്ങൾ വളരെയധികം സമയത്തിനു ശേഷം വീണ്ടും ഈശ്വരനുമായി, പരമാത്മാവാകുന്ന അച്ഛനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ വളരെ ഓമനകളാണ്. ബാബയുടെ, ഈശ്വരൻ്റെ അത്രയും പ്രിയപ്പെട്ട മക്കളാണ് നമ്മൾ. വളരെയധികം സമയം എന്ന് പറയുമ്പോൾ സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഈ 4 യുഗങ്ങളിലും നമ്മൾ ഈശ്വരനുമായി കൂടിക്കാഴ്ച നടത്തിയില്ല. എപ്പോഴാണോ ഭഗവാൻ ഭൂമിയിൽ അവതരിച്ചത്, അതായത് കലിയുഗ അന്ത്യത്തിൽ പുരുഷോത്തമ സംഗമയുഗത്തിൽ അവതരിക്കുമ്പോഴാണ് നമ്മൾ ഈശ്വരനെ തിരിച്ചറിയുന്നത്, ഭഗവാനുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ഈശ്വരൻ്റെ അത്രയും പ്രിയപ്പെട്ട ഓമനകളാണ്. പ്രശ്ന, അപ്നി സ്ഥിതി കോ ഏകരസ് ബനാനെ കാ സാധൻ ക്യാ ഹെ? ചോദ്യം, തൻ്റെ അവസ്ഥ അല്ലെങ്കിൽ തൻ്റെ സ്ഥിതിയെ ഏകരസമാക്കി വയ്ക്കുന്നതിനുള്ള വിധി എന്താണ്? ഉത്തർ, സദാ യാദ് രഖോ ജോ സെക്കൻഡ് പാസ് ഹുവ ഡ്രാമ. ഉത്തരം, സദാ എന്താണ് ഓർമ്മിക്കേണ്ടത്? ഏത് സെക്കൻഡാണോ കടന്നു പോയത് അത് ഡ്രാമ, സൃഷ്ടി നാടകം. കഴിഞ്ഞു പോയതെല്ലാം ഈ സൃഷ്ടി നാടകത്തിൽ അടങ്ങിയതാണ്. ഈ സൃഷ്ടിയിലെ ഓരോരുത്തരുടെയും പാർട്ട്, ഓരോ സീനുകൾ, ഇതെല്ലാം തന്നെ നാടകത്തിലടങ്ങിയതാണ്, സൃഷ്ടി നാടകത്തിലടങ്ങിയതാണ്. അതുകൊണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം ഡ്രാമ. കൽപ്പ പഹലെ ബി ഐസേ ഹി ഹുവാ ഥാ. ഇത് ഇപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം, കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കൽപ്പം മുൻപും നടന്നതാണ്, ഇതുപോലെ തന്നെ നടന്നതാണ്. അഭി തോ നിന്ദ സ്തുതി മാൻ അപമാൻ സബ് സാമനെ ആനാ ഹെ. ഇനിയോ നിന്ദ, സ്തുതി, മാന, അപമാനം ഇതെല്ലാം തന്നെ മുൻപിൽ വരേണ്ടിയിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ മുന്നിൽ വരും. നിന്ദ, സ്തുതി, മാന, അപമാനം ഇതെല്ലാം മുന്നിൽ വരിക തന്നെ ചെയ്യും. इसलिए अपनी स्थिति को ഏകരസ് ബനാനെ के लिए പാസ്റ്റ് കാ ചിന്തൻ മത് കരോ. അതുകൊണ്ട് തൻ്റെ അവസ്ഥയെ, നമ്മുടെ സ്ഥിതിയെ ഏകരസമാക്കി വയ്ക്കുന്നതിന് വേണ്ടി കഴിഞ്ഞു പോയതിനെക്കുറിച്ചൊന്നും ചിന്തിക്കരുത്. മുരളിയിലെ ധാരണ, പെഹല, കോയി ബി ഐസാ കർമ്മ നഹി കർണ ഹെ ജിസ്സെ കിസി കോ ദുഃഖ് ഹോ. ഒന്നാമത്തെ ധാരണ പോയിന്റ്, അങ്ങനെയുള്ള ഒരു കർമ്മവും ചെയ്യരുത് അതിലൂടെ ദുഃഖം ലഭിക്കുന്ന രീതിയിൽ, മറ്റുള്ളവർക്ക് ദുഃഖം ലഭിക്കുന്ന രീതിയിൽ ഒരു പാപകർമ്മവും ചെയ്യരുത്. കടുവേ ബോൽ നഹി ബോൽനേ ഹെ. കടുത്ത വാക്കുകൾ ഒരിക്കലും പറയരുത്. ബഹുത് ബഹുത് ഷീർഖണ്ഡ് ഹോക്കർ രഹനാ ഹെ. വളരെ വളരെ സ്നേഹത്തോടുകൂടി കഴിയണം. രണ്ടാമത്തെ പോയിന്റ്, കിസി ബി ദേഹദാരി കി സ്തുതി നഹി കർണി ഹെ. രണ്ടാമത്തെ പോയിന്റ്, ഒരു ദേഹദാരിയുടെയും സ്തുതി പറയാൻ പാടില്ല. ബുദ്ധി മേ രഹേ ഹംകോ ശിവബാബ പഠാത്തെ ഹെ, ഉസ് ഏക കി ഹി മഹിമ കർണി ഹെ. നമ്മുടെ ബുദ്ധിയിൽ എപ്പോഴും ഇത് ഓർമ്മ ഉണ്ടായിരിക്കണം. അതായത് നമ്മളെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചിരുന്നത് ആരാ? ശിവബാബയാണ് പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ട് ആ ശിവബാബയുടെ തന്നെ മഹിമയാണ് നമ്മൾ ചെയ്യേണ്ടത്. ആ ഒരേ ഈശ്വരൻ്റെ മഹിമയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ഈശ്വരീയ ജ്ഞാനം പഠിക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ കുട്ടികൾ നിമിത്തമാണ്. നമുക്കും ഈ ജ്ഞാനം ലഭിച്ചത് പരമാത്മാവിൽ നിന്നാണ്. അതുകൊണ്ട് നമ്മൾ കുട്ടികൾ ഒരിക്കലും മനുഷ്യൻ്റെ സ്തുതി പാടേണ്ട കാര്യമില്ല. അവരെത്ര നല്ല രീതിയിലാണ് ജ്ഞാനം പറഞ്ഞു തരുന്നത്, അങ്ങനെ അവരുടെ സ്തുതിഗീതം പാടേണ്ടതില്ല. കാരണം ഈ അറിവെല്ലാം തന്നതാരാണ്? പരമാത്മാവാണ് തരുന്നത്. നമ്മൾ നിമിത്തം മാത്രമാണ്, പറഞ്ഞു കൊടുക്കുന്നവർ നിമിത്തം മാത്രമാണ്. അതുകൊണ്ട് ശിവബാബയുടെ മാത്രം, ഒരേ ഒരാളുടെ മാത്രം മഹിമയാണ് ചെയ്യേണ്ടത്. റുഹാനി ഖിദ്മത്ഗാർ ബന്നാഹെ. ആത്മീയ സേവാധാരിയായി മാറണം. ആത്മീയ കാര്യത്തിൽ നമ്മൾ സഹകരണം നൽകുന്നവരായി മാറണം. മുരളിയിലെ വരദാൻ, സർവ്വക്കെ ഗുൺ ദേഖ്തേ ഹുയേ സ്വയം മേ ബാപ് കെ ഗുണോ കോ ധാരൺ കർണേ വാലെ ഗുണമൂർത്ത് ഭവ. വരദാനം, സർവരുടെ ഗുണങ്ങളെ കണ്ടുകൊണ്ട് സ്വയത്തിൽ ബാബയുടെ ഗുണങ്ങളെ ധാരണ ചെയ്യുന്ന ഗുണമൂർത്തിയായി ഭവിക്കും. എന്ത് ചെയ്യണം? നമ്മൾ സർവരുടെയും ഗുണങ്ങളെ കാണാൻ പറഞ്ഞു. പിന്നെയോ പരമാത്മാവിൻ്റെ ഗുണങ്ങളെ സ്വയം നമ്മളിൽ ധാരണ ചെയ്യും. അങ്ങനെ നമ്മളും ഗുണമൂർത്തിയായി മാറണം. संगमयुग पर जो बच्चे गुणों की माला धारण करते हैं वही വിജയമാല में आते हैं. ആരാണ് വിജയമാലയിൽ വരുന്നത്?
വിജയമാല എന്ന് പറയുമ്പോൾ സത്യയുഗത്തിൽ വരുന്ന, വിഷ്ണു കുലത്തിൽ വരുന്ന, രാജകുലത്തിൽ വരുന്ന ആത്മാക്കളാണ്. വിജയീ ആത്മാക്കളാണ് വിജയമാലയിലെ മുത്തുകളായി നമ്മൾ സ്മരിക്കുന്നത്. അപ്പോൾ ബാബറാണ് വിജയമാലയിലെ മുത്താകുന്നത് ആരാണോ ഈ സമയം ഭഗവാൻ വന്ന് ഈ ശ്രേഷ്ഠകർമ്മം, വിശ്വമംഗളകർമ്മം ചെയ്യുന്ന സമയത്ത്, ഈ സംഗമയുഗത്തിൽ ഏത് കുട്ടികളാണോ ഗുണങ്ങളുടെ മാല ധരിച്ചത്, ഇപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഗുണങ്ങളെ ധാരണ ചെയ്തത്, ആ കുട്ടികളാണ് വിജയമാലയിൽ വരുന്നത്. അതായത് സത്യയുഗത്തിൽ വിഷ്ണു കുലത്തിൽ വരുന്നു, അവിടെ ജന്മമെടുക്കുന്നു. ഇസ്ലിയെ ഹോളി ഹൻസ് ബൻ സർവ്വക്കെ ഗുണോക്കോ ദേഖോ. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ കുട്ടികൾ ഇപ്പോൾ ഹോളി ഹംസങ്ങളായി മാറി എല്ലാവരുടെയും ഗുണങ്ങളെ മാത്രം കാണുക. ആരുടെയും തെറ്റും കുറ്റവും കുറവൊന്നും കാണാൻ പോകരുത്. ബാബറിനെ എല്ലാവരുടെയും ഗുണങ്ങളെ കാണുക. നമ്മളിപ്പോൾ ഹോളി ഹംസമാകണം, നല്ലത് മാത്രം എടുക്കുക. അവർ ഏക് ബാപ് കെ ഗുണോക്കോ സ്വയം മേ ധാരൺ കരും. പിന്നെയോ എല്ലാവരുടെയും ഗുണങ്ങളെ കാണുന്നതിനോടൊപ്പം ഒരു ബാബയുടെ ഗുണങ്ങളെ നമ്മളിൽ സ്വയം തന്നിൽ ധാരണ ചെയ്യണം. യഹ് ഗുൺമാല സഭി കെ ഗലെ മേ പടി ഹുയി ഹോ. ഈ ഒരു ഗുണമാല എല്ലാവരുടെയും കഴുത്തിൽ ഉണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഉള്ളിൽ ഗുണങ്ങളെ നിറയ്ക്കുക, നമ്മൾ ഗുണങ്ങളെ ധരിക്കുക, ഗുണങ്ങളുടെ മാല സ്വയം അണിയുക. जो जितने बाप के गुण स्वयं में धारण करते हैं उनके गले में उतनी बड़ी माला पड़ती है. ആര് എത്രത്തോളം ബാബയുടെ ഗുണങ്ങളെ, ഭഗവാനിൽ അടങ്ങിയിരിക്കുന്ന ഗുണങ്ങളെ സ്വയം തന്നിൽ ധാരണ ചെയ്യുന്നുവോ അവരുടെ കഴുത്തിൽ അത്രയും വലിയ മാല വീഴുകയും ചെയ്യും. അതായത് സത്യത്രേതയിൽ എന്താണ്, അത്രയും സർവ്വസമ്പത്തും നിറഞ്ഞ അവസ്ഥയാണ്. ബാബറാണ് അവിടെ എല്ലാം തന്നെയുണ്ട്, സ്വർണവും വജ്രവും രത്നവും നിറച്ച അവസ്ഥയാണ്, എല്ലാ ഖനികളും നിറഞ്ഞിരിക്കുന്ന അവസ്ഥയാണ്. ബാബറാണ് നിങ്ങളുടെ കഴുത്തിൽ സ്ഥൂലമായ മാല വീഴണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം, ഇപ്പോൾ ഭഗവാനിൽ നിന്നും ആ ഗുണങ്ങൾ എത്രത്തോളം, ഗുണങ്ങളുടെ മാല എത്രത്തോളം നമ്മളിൽ അണിയുന്നു അത്രയും നമ്മൾ സത്യയുഗത്തിൽ ആ വലിയ സ്ഥൂലമായ മാലയുടെയും അധികാരിയായി മാറും. ഗുൺമാലാക്കോ സിമരൻ കർണേസെ സ്വയം ഭി ഗുണമൂർത്ത് ബൻ ജാത്തേ ഹെ. അങ്ങനെ ഇപ്പോൾ എന്ത് ചെയ്യണം, ഈ ഗുണമാലയെ സ്മരിക്കണം, നമ്മുടെ സ്മൃതിയിൽ കൊണ്ടുവരണം. ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയുള്ള ആത്മാവാണ്, എൻ്റെ വിശേഷത, എൻ്റെ ധർമ്മം എന്താണ്, ആത്മാവായ എൻ്റെ ഉള്ളിലെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. ഈ ഒരു സ്മൃതി, ഈ ഗുണമാലയുടെ സ്മൃതി കൊടുത്താൽ, നമ്മുടെ ഉള്ളിൽ ഈ സ്മൃതി കൊടുത്താൽ സ്വയവും നമ്മൾ ഗുണമൂർത്തിയായി മാറും. ഇസ്കി യാദ്ഗാർ മേം ദേവതാവും അവർ ശക്തിയും കെ ഗലെ മേ മാല ദിഖാത്തെ ഹെ. ഇതിൻ്റെ ഓർമ്മചിഹ്നമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഭക്തിയിൽ ദേവതകളുടെയും അതുപോലെ തന്നെ ശക്തികളുടെയും, അതായത് ദേവിമാരുടെയും കഴുത്തിൽ മാല കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആ സ്ഥൂലമായ മാല ലഭിക്കണമെങ്കിൽ ബാബറയാണ് ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഭഗവാനിൽ നിന്നും സർവ്വഗുണങ്ങളുടെ ആ മാല തന്നിൽ നിറയ്ക്കണം, ഗുണങ്ങളെ തൻ്റെ ജീവിതത്തിൽ ധരിക്കണം. ഗുണമാല സ്വയം ധരിച്ചാൽ സത്യത്രേതായിലും ബാബറാണ് നിങ്ങളുടെ കഴുത്തിൽ ഈ സ്ഥൂലമായ മാല വീഴുകയും ചെയ്യും. അങ്ങനെ ഇതിൻ്റെ ഓർമ്മചിഹ്നമാണ് ദേവതകൾക്കും ദേവിമാർക്കും കഴുത്തിൽ മാലകൾ കാണിച്ചിരിക്കുന്നത്. സ്ലോഗൻ സാക്ഷിപ്പൻ കി സ്ഥിതി ഹി യഥാർത്ഥ നിർണയക തക്ത് ഹെ. സ്ലോഗൻ പറഞ്ഞത് സാക്ഷിഭാവത്തിൻ്റെ സ്ഥിതി അതുതന്നെയാണ് യഥാർത്ഥ നിർണയം ചെയ്യുന്നതിൻ്റെ സിംഹാസനം. അപ്പം നമ്മൾ ഏത് സീറ്റിലിരുന്നു കൊണ്ടാണ് നിർണയം എടുക്കേണ്ടത്? സാക്ഷിഭാവം, ഈ ഒരു സീറ്റിൽ നമ്മൾ സെറ്റായിരിക്കണം. അപ്പോൾ സാക്ഷി സ്ഥിതിയിലിരിക്കുകയാണെങ്കിൽ നമുക്ക് ഏത് പരിതസ്ഥിതിയിലും പെട്ടെന്ന് യഥാർത്ഥ നിർണയം എടുക്കാൻ സാധിക്കും. ഇന്നത്തെ മുരളിയിലെ സമാനം, ഞാൻ സർവ്വഗുണങ്ങളാൽ അലങ്കരിക്കപ്പെട്ട ഗുണമൂർത്തിയായ ആത്മാവാണ്. എല്ലാ ഗുണങ്ങളും കൊണ്ട് പ്രകാശിക്കുന്ന ആത്മചൈതന്യമാണ് ഞാൻ. ഞാൻ ഗുണങ്ങളുടെ മൂർത്തിയാണ്, ചൈതന്യമൂർത്തിയാണ് ഞാൻ ആത്മാവിൻ്റെ 7 ഗുണങ്ങൾ നമ്മൾ കോഴ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആത്മാവിൻ്റെ സദ്ഗുണങ്ങൾ 7 ഗുണങ്ങൾ. പ്രധാനപ്പെട്ടത് ജ്ഞാനസ്വരൂപം, പവിത്രസ്വരൂപം, ശാന്തിസ്വരൂപം, സ്നേഹസ്വരൂപം, സുഖസ്വരൂപം, ശക്തിസ്വരൂപം, ആനന്ദസ്വരൂപം. ഈ ഗുണങ്ങളുടെ എല്ലാം ഉറവിടമാണ് ഞാൻ. ഇതിൻ്റെ എല്ലാം സ്വരൂപമാണ് ഞാൻ ആത്മനക്ഷത്രം, ഞാൻ ആത്മചൈതന്യമൂർത്തി. ഈ ഒരു സ്മൃതിയിലിരുന്നുകൊണ്ട് ശിവബാബയിൽ നിന്നും ഈ ഗുണങ്ങളുടെ പ്രകാശം നമ്മളിൽ നിറയുന്നതായിട്ട് കാണുക. അങ്ങനെ ഞാനും അതുപോലെ ബാബയെപ്പോലെ ഗുണമൂർത്തിയായി മാറുന്നു.
നമ്മളിൽ നിന്നും ഈ ഗുണങ്ങൾ എല്ലാ ആത്മാക്കളിലേക്കും വ്യാപിക്കുന്നു, പ്രകൃതിയിലേക്കും അന്തരീക്ഷത്തിലേക്കും വ്യാപിക്കുന്നു. ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് ഭഗവാന്റെ ഓർമ്മയിലിരിക്കാം. ഓം ശാന്തി.